ഹായ് കൂട്ടുകാരെ, ഇന്ന് രാവിലെ തന്നെ വെള്ളവുമായി പാകിസ്ഥാനി എത്തിയിട്ടുണ്ട്. ആളാകെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പെപ്സി എടുത്ത് കയ്യിൽ കൊടുത്തു. പെപ്സി കുടിച്ചതിന് ശേഷം ആൾ അത്യാവശ്യത്തിന് ചാർജ് ആയിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരുടെ എല്ലാം ഭയങ്കര തള്ളായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ചോറിലേക്ക് സലമൂൺ കറിയാണ്. അതിനിടയ്ക്ക് സാധനവുമായി ഞങ്ങളുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ ഇറക്കുന്ന തിരക്കിലാണ് കൂട്ടുകാരെല്ലാം. ബില്ലുകളും സാധനങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം കണക്കുകളെല്ലാം റെഡിയാക്കി എഴുതി വെച്ചു. ചൂടായത് കാരണം കൂട്ടുകാർക്കെല്ലാം തണുത്തത് കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ ഞാനൊരാളെ പറഞ്ഞയച്ചു. ഇത് ഐസ്ക്രീം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിലാണ്. ബാക്കിയുള്ള 3 പേർക്ക് ഞാൻ തെല്ലാജിലെടുത്ത് വെച്ചു. ഇനി ഐസ്ക്രീം ഒന്ന് കഴിച്ചു നോക്കാം. വൈകുന്നേരമായപ്പോൾ കടയിലേക്കുള്ള വെള്ളവുമായി ആളുകൾ എത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് കൂട്ടുകാരൻ്റെ ഒരു കുടുംബക്കാരൻ എത്തിയിരുന്നു. അവനുള്ള ഒരു നേരത്തെ ഭക്ഷണവും കൊടുത്ത് അവനെ യാത്രയാക്കി. ഇനി നിസ്കാരത്തിൻ്റെ സമയമാണ്. അപ്പോൾ മുകളിൽ പോയി കർട്ടനുകളെല്ലാം പൊക്കി വെച്ചു. ഇന്ന് ചായക്കൊപ്പം പഴമാണ് കിട്ടിയത്. ഇന്ന് കസ്റ്റമർ കുറച്ച് കുറവായിരുന്നു. അതിനിടയ്ക്ക് ഗ്യാസൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഗ്യാസൊക്കെ മാറ്റി ചട്ടിയൊക്കെ കത്തിച്ച് മീനുകളൊക്കെ പൊരിക്കുന്നുണ്ട്. കട അടക്കാൻ നേരമായി. ബായിയുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ളവർ ക്ലീനിങ്ങിൻ്റെ ജോലി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് റൂമിൽ പോയിട്ട് ഫ്രാൻസിൻ്റെ കളി കാണണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.